ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗെയിമർ അതിൻ്റെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് നമ്മളെ ലെറ്റ്സ് പ്ലേ എപ്പിസോഡിൻ്റെ ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ എപ്പിസോഡ് 2 ആയിട്ടാണ് ഗീസ്. സോ അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി, ഇന്നലെ നമ്മൾ വീടെടുത്തപ്പോൾ പകുതി വെച്ച് നിന്നുപോയി ഗീസ്. റെക്കോർഡറിൻ്റെ ഇഷ്യൂ വന്ന് പകുതി വെച്ച് നിന്നുപോയി. ഇപ്പോൾ നമ്മൾ അത്യാവശ്യം ഡയമണ്ട് ആർമറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഇതിനു വേണ്ടൊക്കെ ഇരിക്കുന്നത് കാണിച്ചു തരാം നിങ്ങൾക്ക്. 3, 2, 1. അയ്യോ ഇതാണ് ഗൈസ് നമ്മുടെ ഇപ്പോഴത്തെ വീട്. ഇന്നിപ്പോൾ 3 നിലയുണ്ട്. പിന്നെ ഇവിടെ ഉള്ളൊരു ബാൽക്കണിയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഇപ്പോൾ ഇങ്ങനെ ആക്കി ഞാൻ. പിന്നെ ഇവിടെ സോംബി ഉണ്ട്. അടിയിൽ നിങ്ങൾക്ക് വില്ലേജേഴ്സിൻ്റെ സൗണ്ട് കേൾക്കാം. പിന്നെ നിങ്ങൾക്ക് ഞാൻ വേറെ കാര്യം കാണിച്ചു തരാം. നമ്മളെ വില്ലേജ് ഉണ്ടല്ലോ, അവിടെയുള്ള എല്ലാ സാധനവും ഞാൻ അടിച്ചുകൊണ്ടിങ്ങ് വന്ന് കൂട്ടത്തിൽ 2 വില്ലേജേഴ്സിനെ കൊണ്ടുവന്നു. ഓക്കെ ഗൈസ്, ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ 10-15 വില്ലേജേഴ്സ് ഉണ്ട് ഇവിടെ. ഞാൻ അവിടെയുള്ള എല്ലാ ബെഡും എല്ലാ സാധനങ്ങളും അടിച്ചുകൊണ്ട് വന്ന് ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ആൻഡ് പിന്നെ ഇവിടെ നമ്മളെ ഷീപ്പുണ്ട്. 2 ഷീപ്പും വളർന്നില്ല, ഇതിനെയും കയറിയും വെട്ടാം. ഏസ് ഇവിടെ ഇത് വളരുന്നില്ല, ഇത് എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞോളൂ, ഭയങ്കര സ്ലോ. ഓക്കെ, ഷെയർ ചെയ്തിട്ടുണ്ട്. നമുക്ക് പോവാം. നമ്മൾ വീടിൻ്റെ അകത്തൊക്കെ കാണിച്ചു തരാം. ഇവിടെ നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. അതായത് ഫ്രണ്ടിൽ 2 ഇത് വെച്ചല്ലാതെ വേറെ ഒന്നും പ്രത്യേകിച്ച് ചെയ്തിട്ടില്ല. പക്ഷെ മണ്ടയിലും പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടുത്തെ ബാൽക്കണി എടുത്ത് കളഞ്ഞിട്ട്, അതായത് ഇവിടെ ആയിരുന്നല്ലോ ബാൽക്കണി ടൈപ്പ് സാധനം, അതെടുത്ത് കളഞ്ഞിട്ട് ഇപ്പോൾ എന്ത് നമ്മൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതായത് എന്തത് പറയാറിഞ്ഞൂടാ. നമ്മൾ മണ്ടയിലോട്ട് കയറി നോക്കുമ്പോൾ മണ്ടയിലൊരു ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ട്. ഈ വീഡിയോയുടെ ഇടയിൽ കമൻറ്റ് ചെയ്യുന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സിൻ്റെ പേര് ഞാൻ ഇവിടെ ഇങ്ങനെ ഭിത്തിയിൽ ഒട്ടിച്ച് വയ്ക്കാം. ഭിത്തി തീരുന്നത് വരെ, അതായത് ഇവിടെ ഇത്ര സ്ഥലം തീരുന്നത് വരെ ഞാൻ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചോണ്ടിരിക്കാം ഗൈസ്. സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് അടിയിൽ കമൻറ്റ് ഇടുക. ഓക്കെ, ആൻഡ് നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. ലൈക്ക് ഇവിടെ ഗ്ലാസ് വയ്ക്കാൻ മറന്നുപോയി, കുഴപ്പമില്ല. ആൻഡ് നമുക്ക് പിന്നെ 2 പട്ടിക്കുട്ടിയുണ്ട്. 3ാമത് ഒരെണ്ണം ഇതിൻ്റെ 2ൻ്റെയും മക്കളാണ് ഗൈസ് ഇത്. അയ്യോ ലാഗടിക്കുന്നേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ എനിക്ക് തന്നെ അറിയില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോണത്, നമുക്ക് ഈ വില്ലേജേഴ്സിനൊന്നും ചെയ്യിപ്പിക്കണ്ടല്ലേ. നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മൾ ഡയമണ്ട് ഇരിപ്പുണ്ട് മണ്ടയിൽ. പോയി വീഡിയോയിൽ തന്നെ നമുക്കൊരു ഫുള്ള് ഡയമണ്ട് ആർമറും പിന്നെ ഈ സോഡും ഇതൊക്കെ പൊട്ടാറായി. ലാഗടിക്കുന്നു ഗൈസ്. ഇതൊക്കെ ഒന്നുകൂടെ ഉണ്ടാക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും നമുക്ക് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ പട്ടീനെ അടിക്കല്. ഓക്കെ, ഇത് ഇവിടെ നമ്മളെ ഇരിക്കട്ടെ. നമുക്ക് ബാക്കിയുള്ള എല്ലാം എടുത്ത് വെക്കാം. അങ്ങനെ ഗൈസ് നമ്മൾ ഫുൾ ഡയമണ്ട് ആർമർ ആയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അയ്യോ, ആൻഡ് ഇവിടെ ഭയങ്കര ക്രീപ്പർ ശല്യം ഗൈസ്. നമുക്കൊരു പൂച്ചേനെ വേണം. ഗൈസ് നമ്മുടെ വില്ലേജിൽ ഇപ്പോൾ ആരും ഇല്ല കേട്ടോ. വില്ലേജ് ഫുള്ളി അബോണ്ടൻ്റ് വില്ലേജ് കണക്കാണ്. ഒരു സേങ്ങയില്ല, എല്ലാ സാധനവും ഞാൻ ഇങ്ങനെ അടിച്ച് മാറ്റി ഗൈസ്. ഒരു കാര്യം ചെയ്യാം ഗൈസ്, നമുക്കിന്ന് എന്ത് ചെയ്യാം, നമുക്ക് കുറച്ച് ട്രേഡിങ് സെറ്റാക്കാം. ഇപ്പോൾ അവിടെ കുറേ വില്ലേജർ നിൽപ്പുണ്ട്. നമുക്ക് അതിൽ നിന്ന് ഒരു മെൻഡിങ് എങ്കിലും നമുക്കിന്ന് ഒപ്പിക്കണം. അപ്പോൾ എന്തായാലും നമുക്കിനി വില്ലേജറിൻ്റെ അടുത്തോടെ എത്തിയിട്ട് കാണാം. നല്ല ലാഗുണ്ട് ഗൈസ്, ഇവിടെ 10 പേരെങ്ങാണ്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇവ എന്താണ് നമുക്ക് കൊടുക്കുന്നതെന്ന് ആദ്യം നോക്കാം. എന്താ നീ കൊടുക്കുന്ന? ഇപ്പോൾ ഇതാണല്ലോ. നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസ്, ഇവനെ നമുക്ക് തട്ടിക്കൊണ്ട് പോകാം. തട്ടിക്കൊണ്ട് പോകാനൊന്നുമില്ല, ഇവിടെ തന്നെ വെച്ചാൽ മതി. പോയി കയറാ അതിനകത്തോട്ട്. കയറാവോ? ഓടറാ. ഞാൻ നിന്നെ പോകാൻ സമ്മതിക്കില്ല. ഓടും. പോയടാ, അവൻ എന്തോ പോണവൻ. രാത്രിയായെന്ന് തോന്നുന്നു, എല്ലാം പോയി. ചുമ്മാ അല്ല ഗൈസ്, രാത്രിയായി. ഓക്കെ, രാവിലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അവനെ വിളിച്ചുകൊണ്ട് പോവാം. നമ്മളെ മറ്റേ വില്ലേജർ ഇവിടെ പൊട്ടല്ലേ. നമ്മളെ മറ്റേ വില്ലേജറിനെ കൊണ്ടുപോകാം. ഓക്കെ, എന്തായാലും നമ്മളവനെ ഇവിടെ ട്രാപ്പ് ചെയ്തിട്ടുണ്ട്. ഗൈസ് നമ്മളെന്തായാലും ഒന്ന് മൈൻക്രാഫ്റ്റിൽ നിന്ന് ബാക്കായിരുന്നു, തിരിച്ചു വന്ന്. ഗൈസ് നമുക്കിനി വേണ്ടത് ഒരു ട്രാപ്പ് ഡോർ വേണം. അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങി ഓടിക്കളയും. ഓക്കെ, അപ്പോൾ നമുക്ക് ട്രാപ്പ് ഡോർ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ജസ്റ്റ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചെടുത്താൽ മതി. അപ്പോൾ ഇവന് ഇറങ്ങാൻ പറ്റത്തില്ല ഗൈസ്. അതായത് ഇവൻ ഇവിടെ ഇനി എപ്പോഴും ട്രാപ്പായിരിക്കും. ഇവനിനി ഉറങ്ങാനും ഒന്നിനും ഒക്കത്തില്ല. ഇനി ഇവിടെ തന്നെ ട്രാപ്പാണ്. സോ നമുക്ക് അതായത് ഫസ്റ്റ് ഇവ എന്താ ഇപ്പോൾ കൊടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഗൈസ് ഇവ ഇപ്പോൾ ബുക്കൊന്നും കൊടുക്കുന്നില്ല, അതൊരു നല്ല കാര്യമല്ല ഗൈസ്. അപ്പം നമുക്ക് എന്തായാലും ബുക്ക് കൊടുക്കുന്നവരെ നമുക്ക് എന്തായാലും ഇങ്ങനെ ട്രേഡ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതായത് പൊട്ടിച്ച് വെച്ച്. അല്ല വേറെ ഐഡിയ ഉണ്ട്, നമുക്ക് പിസ്റ്റൺ വേണമെങ്കിൽ വെക്കാം ഗൈസ്. ബട്ട് എന്താണ്, എനിക്ക് വയ്യ. ഇവ ഫാർമറായടാ. ഓക്കെ, എന്തായാലും ഈ ജോലി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏത് ബുക്കാണ് കൊടുക്കുന്ന? സ്മൈറ്റ് 2 ഇതൊക്കെ ആർക്ക് വേണം?
ഇവ ഈ ജോലിയല്ലേ ഇവ എടുത്ത മുട്ടത്തലേന് ജോലി ഇല്ലല്ലോ പിന്നെ ഇതാരാ? ഓ ഗൈസ് അതായത് നമ്മളെ യവന്മാരെ ജോലി പൊട്ടിച്ചപ്പോൾ യവന്മാരെല്ലാം കൂടെ ഇവൻ്റെ ജോലി വന്നെടുത്ത്. സംഭവം ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം. ജാവ ആയിരുന്നെങ്കിൽ ഇത് കൂടെ എളുപ്പമായിരുന്നു ഗൈസ്. ഇതൊരു മാരി. ഓക്കെ എന്തായാലും ഇവനെ കിട്ടിയിട്ടുണ്ട്. ഇവ ഏതറാ കൊടുക്കുന്ന? ഒരു തേങ്ങ കൊടുക്കുന്നില്ല. ഇവിടെ നിന്ന് പിടിച്ച് വെച്ച് നോക്കാം. അപ്പോൾ ആരാ ജോലി എടുക്കുന്ന? 2 പേർക്ക് അവസരമുണ്ട്. ഓക്കെ ഇവനാണ് ജോലി വേണ്ടത്. ഇവൻ വീണ്ടും ഒരു തേങ്ങയും കൊടുക്കുന്നില്ല. ഇവെന്തര ഒന്നും കൊടുക്കാതെ ആരെങ്കിലും ഒന്ന് ഇവ എടുത്ത് ഡെൻസിറ്റി ഇതൊക്കെ മറ്റേ മെയ്സിനുള്ള എൻജോയ്മെൻ്റ് അല്ലേ ഗൈസ്? ഞാൻ നോക്കുന്നത് ഷാർപ്നെസ് അല്ലെങ്കിൽ ഇത് റിപ്പയർ ചെയ്യാൻ പറ്റുമോ? ഞാൻ നോക്കുന്നത് ഷാർപ്നെസ്സും എല്ലാം കിട്ടുമെന്നാണ് ഗൈസ്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് പിസ്റ്റൺ ഉണ്ടായിക്കൊണ്ട് വരാം. എൻ്റെ ഒരു 100 IQ പ്ലാൻ ഉണ്ട് ഗൈസ്, 1000 IQ. ആൻഡ് അതിന് നമുക്കൊരു സ്ലൈം ബോളൂടെ വേണം. സംഭവം നമ്മളെ ഉണ്ട് സംഭവം എന്നാണ് സംഭവം തോന്നുന്ന സംഭവം. ഓക്കെ സ്റ്റിക്കി പിസ്റ്റൺ കിട്ടിയിട്ടുണ്ട്. ആൻഡ് ലെവർ വേണം. നമ്മളങ്ങനെ ഒരു ലെവറും ഉണ്ടാക്കി. ഇനി സംഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കും ഗൈസ് സംഭവം. അതായത് അത് തന്നെ. ഓക്കെ നല്ല ഈ സാധനം നമ്മൾ ഇങ്ങോട്ട് വെച്ച് കൊടുക്കാം. സ്റ്റിക്കി പിസ്റ്റൺ അയ്യോ അങ്ങോട്ടല്ല എന്തായാലും ഇങ്ങോട്ട് വെച്ച് കൊടുക്കാം. ഇയാളെ നമുക്ക് തുറന്നു വിടാം ഗൈസ്. ഇയാൾ ഇവിടെ കിടന്ന് കഷ്ടപ്പെടണ്ട. ഓക്കെ ഗൈസ് ഇനി എൻ്റെ 1000 IQ എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ തോന്നാക്കുമ്പോൾ കണ്ടില്ലേ ഇത് മാറും. അപ്പോൾ എല്ലാവരും പോയി കിടന്നുറങ്ങിയ എന്താ ഇത് ഞാൻ പൊട്ടനാ? എടേ നമുക്കിപ്പോൾ ഉറങ്ങാൻ പറ്റും. ഇവനെ തന്നെ നിന്നെ നമ്മൾ ഉറങ്ങാൻ സമ്മതിക്കില്ല. എഫിഷ്യൻസി 3 എഫിഷ്യൻസി 5 ആയിരുന്നേ കുഴപ്പമില്ലേ. അപ്പോൾ ഗൈസ് അയ്യോ അപ്പോൾ ഗൈസ് എൻ്റെ 1000 IQ എങ്ങനെയെന്ന് വെച്ചാൽ ഗൈസ് ഇപ്പോൾ ഇവൻ്റെ ട്രേഡ് എന്തിനാണെന്ന് ചോദിച്ചാൽ എഫിഷ്യൻസി 3 ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അയ്യോ ഇല്ല പന്നിക്കുട്ടനെ കൂടെ ആരോ ഉണ്ട്. നമ്മളിങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും അടുത്ത ആൾ വന്ന് ജോലി എടുക്കും. അപ്പോൾ അവൻ ഒരു തേങ്ങ തരുന്നില്ല. അങ്ങനെ മനസ്സിലായില്ലേ? ഇതിങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ ട്രേഡ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും ഗൈസ്. എന്തായാലും ഈ മണ്ടൻ ഇനി വല്ലതും തരുന്നവരെ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഗൈസ് ഏകദേശം 1/2 മണിക്കൂർ ഞാൻ ഇവിടെ കുത്തിയിരുന്ന് നിൽക്കുകയാണ്. അവസാനം നമുക്ക് ഒരെണ്ണം കിട്ടി ഗൈസ്. ഷാർപ്നെസ് 5. എന്തായാലും നമുക്കിപ്പോഴേ മണ്ടേ പോയിട്ട് ഷുഗർ കെയിൻ എടുത്തോണ്ട് വന്നിട്ട് ഇതിലൊന്ന് ലോക്ക് ചെയ്യാം. NC5 അല്ല ഷാർപ്നെസ് 4 അല്ല 5 എന്തൊക്കെയാണ് ഞാൻ പറയുന്നത്. ഓക്കെ എന്തായാലും നമുക്കിനി ഇതിനെ അങ്ങ് പൊട്ടിച്ചിട്ട് മറ്റേതങ്ങ് വയ്ക്കാം. ഇവൻ്റെ ട്രേഡ് ഇപ്പോൾ ലോക്കായിട്ടുണ്ട്. എന്തായാലും ഗൈസ് ഇനി ഞാൻ വല്ല എൻജോയ്മെൻറ്റും കിട്ടിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഗൈസ് ഏകദേശം ഒരു 1.5 മണിക്കൂറായി ഗൈസ് തുടങ്ങിയിട്ട്. അവസാനം അത് കിട്ടി ഗൈസ്. ലെറ്റ്സ് ഗോ. 56 ഡയമണ്ടാണ്. അല്ല 56 എമറാൾഡാണ് ഗൈസ്. ബട്ട് കുഴപ്പമില്ല, കാരണം കുറേ നേരമായിട്ട് ചെയ്യുന്ന ഗൈസ്. എനിക്കാണെങ്കിൽ ചെയ്ത് ഉറക്കം വരെ വരാൻ തുടങ്ങി. ഇങ്ങനെ ഇവൻ്റെ നമുക്ക് പേപ്പർ വാങ്ങിച്ച് ചെയ്യാം. അങ്ങനെ ഗൈസ് ഒരു ദിവസത്തെ ഫുൾ ഹാർഡ് വർക്ക് അല്ല 2-3 മണിക്കൂറത്തെ ഹാർഡ് വർക്കായ ശേഷം നമുക്ക് പ്രൊട്ടക്ഷൻ 4ഉം പിന്നെ ഏതായിരുന്നു അത് 2 കിട്ടി ഗൈസ്. അയ്യോ ആൻഡ് അതുപോലെ തന്നെ ഗൈസ് എന്താണ് നമുക്ക് തോനെ തവണ ഇതൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് എന്താണ് മെൻഡിങ് തോനെ തവണ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്താണ് അയ്യോ പട്ടീനെ കൊല്ലല് അത് തോനെ എമറാൾഡായിരുന്നു ഗൈസ്. നമുക്ക് തോനെ തവണ മെൻഡിങ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ തോനെ എമറാൾഡിനായിരുന്നു ഗൈസ്. അതുകൊണ്ട് ഞാൻ എടുത്തില്ല. ഇനി എന്തായാലും നാളെ നമുക്ക് ഇതിനു വേണ്ടിയുള്ള എമറാൾഡ് എല്ലാം സെറ്റ് ചെയ്യണം. സോ നാളത്തെ വീഡിയോ കുറച്ച് താമസിച്ചായിരിക്കും ചിലപ്പോൾ വരുന്ന. അല്ലെങ്കിൽ നാളത്തെ എപ്പിസോഡിൽ നമ്മൾ ചിലപ്പോൾ ഇവന്മാരെ ദൂരോട്ട് മാറ്റും ഗൈസ്. കാരണം ഇവിടെ ഇവന്മാർ 2 അവന്മാർ ഇവിടെ അവർ 2 പേരും മതി ഗൈസ്. തോനെ പേരായാലും ശല്യമാണ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോ ഇടുന്നതായിരിക്കും. ബൈ ഗൈസ് ബൈ. ആൻഡ് പോണതിന് മുമ്പ് നമ്മൾ ഏറ്റവും ടോപ്പ് ഫ്ലോറിൽ വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സാധനം വെച്ചിട്ടുണ്ട്. അതായത്
അവിടെ നമ്മളെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എല്ലാവരെയും പേര് നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ ഓരോരുത്തരും നിങ്ങളുടെ പേര് ഇവിടെ വരണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ് നമ്മുടെ സൈൻ ബോർഡിൽ ഇങ്ങനെ എഴുതി ഇവിടെ ഒട്ടിച്ചിരിക്കും ഗൈസ്. ഓക്കെ, അത് ഇന്നത്തെ വീഡിയോൻ്റെ ഇടയിൽ കമൻറ്റ് ചെയ്യുന്നവർ അടുത്ത വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ചാനൽ സബ് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ ഗൈസ്, ബൈ.